ഈ ചിത്രങ്ങൾ നോക്കൂ. ഒരു ഫോട്ടോ തന്നെ പല വലിപ്പത്തിൽ. ഇങ്ങനെ ഒരു ഫോട്ടോ ചെറുതോ വലുതോ ആക്കുമ്പോൾ ചതുരത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം മാറരുത് എന്ന് നമുക്കറിയാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളിലെല്ലാം നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം 4:3 ആണ്. അതായത് നീളത്തിന്റെ 3/4 ഭാഗമാണ് ഉയരം. തിരിച്ചു പറഞ്ഞാൽ ഉയരത്തിന്റെ 4/3 അഥവാ 1/3 മടങ്ങാണ് നീളം. ഇനി ഈ ചിത്രങ്ങൾ നോക്കൂ. ഇവിടെയും ഒരു ഫോട്ടോ തന്നെ പല വലിപ്പത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം 16:9 ആണ്. അതായത് ഓരോ ചിത്രത്തിലും നീളത്തിന്റെ 9/16 ഭാഗമാണ് ഉയരം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തിന്റെ 16/9 അഥവാ 1/7/9 മടങ്ങാണ് നീളം. ഇപ്പോൾ കണ്ട രണ്ട് കൂട്ടം ചിത്രങ്ങളിലും നീളവും ഉയരവും മാറുന്നുണ്ടെങ്കിലും ഒരളവ് രണ്ടാമത്തെ അളവിന്റെ നിശ്ചിത മടങ്ങോ ഭാഗമോ ആണ്. ഇത് ബീജഗണിതം ഉപയോഗിച്ച് പറഞ്ഞാലോ? ഒന്നാമത്തെ ഗ്രൂപ്പ് ചിത്രങ്ങളിൽ ചതുരത്തിന്റെ നീളം W എന്നും ഉയരം h എന്നും എടുത്താൽ നീളത്തിന്റെ 3/4 ഭാഗമാണ് ഉയരം അഥവാ h = 3/4 W. രണ്ടാമത്തെ ഗ്രൂപ്പ് ചിത്രങ്ങളിൽ നീളം W എന്നും ഉയരം h എന്നും എടുത്താൽ നീളത്തിന്റെ 9/16 ഭാഗമാണ് ഉയരം അഥവാ h = 9/16 W. മാറുന്ന രണ്ട് അളവുകൾ ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന അനേകം സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണമായി വ്യത്യസ്ത ആരമുള്ള വൃത്തങ്ങൾ വരച്ചാൽ അവയുടെയെല്ലാം ചുറ്റളവ് ആരത്തിന്റെ 2π മടങ്ങാണ്. ആരം r എന്നും ചുറ്റളവ് c എന്നും എടുത്താൽ c = 2πr ആണ്. ഈ ഉദാഹരണങ്ങളിലെല്ലാം നീളങ്ങളിലെ മാറ്റങ്ങളാണ് കണ്ടത്. വ്യത്യസ്ത തരം അളവുകൾ തമ്മിലും ഇത്തരം ബന്ധമുണ്ടാകാം. ഉദാഹരണമായി ഒരു വരയിലൂടെ 10 മീറ്റർ/സെക്കൻഡ് എന്ന ഒരേ വേഗത്തിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ സഞ്ചരിക്കുന്ന ദൂരം സഞ്ചരിക്കാനെടുത്ത സമയത്തിന്റെ 10 മടങ്ങാണല്ലോ. സഞ്ചരിച്ച ദൂരം s മീറ്റർ എന്നും സഞ്ചരിക്കാനെടുത്ത സമയം t സെക്കൻഡ് എന്നും എടുത്താൽ s = 10t ആണ്. ഇത്തരത്തിൽ രണ്ടളവുകൾ മാറുന്നതിന് പൊതുവായി പറയുന്ന പേരാണ് അനുപാതം. അതായത് പരസ്പരം ബന്ധപ്പെട്ട രണ്ടളവുകൾ മാറുമ്പോൾ എപ്പോഴും ഒരു അളവിനെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ നിശ്ചിത മടങ്ങോ ഭാഗമോ ആണ് രണ്ടാമത്തെ അളവിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെങ്കിൽ ഈ മാറ്റം ആനുപാതികമാണ് അഥവാ പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നു. ആനുപാതിക മാറ്റങ്ങളിൽ നിശ്ചിത മടങ്ങോ ഭാഗമോ ആയി മാറാതെ നിലനിൽക്കുന്ന സംഖ്യയെ ആനുപാതിക സ്ഥിരം എന്നാണ് പറയുന്നത്. നാം കണ്ട ഒന്നാമത്തെ ഗ്രൂപ്പ് ചിത്രങ്ങളിൽ നീളത്തിന്റെ 3/4 ഭാഗമാണ് ഉയരം അഥവാ നീളം = 3/4 × ഉയരം. അതിനാൽ ആനുപാതിക സ്ഥിരം 3/4 ആണ്. ഉയരത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നതെങ്കിൽ ഉയരത്തിന്റെ 4/3 മടങ്ങാണ് നീളം അഥവാ W = 4/3h. ഇവിടെ ആനുപാതിക സ്ഥിരം 4/3 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ചിത്രങ്ങളിൽ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം 16:9 ആണ്. നീളത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഉയരം നീളത്തിന്റെ 9/16 ഭാഗമാണ് അഥവാ h = 9/16 W. ഇവിടെ ആനുപാതിക സ്ഥിരം 9/16 ആണ്. ഉയരത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഉയരത്തിന്റെ 16/9 മടങ്ങാണ് നീളം അഥവാ W = 16/9h. ഇവിടെ ആനുപാതിക സ്ഥിരം 16/9 ആണ്. പല ആരങ്ങളെടുത്ത് വൃത്തങ്ങൾ വരച്ചാൽ അവയുടെ ചുറ്റളവ് ആരത്തിന് ആനുപാതികമായാണ് മാറുന്നത്. c = 2πr. ഇവിടെ ആനുപാതിക സ്ഥിരം 2π ആണ്. മറിച്ച് പല നീളമുള്ള കമ്പികൾ വളച്ച് വൃത്തങ്ങൾ ഉണ്ടാക്കിയാൽ കമ്പിയുടെ നീളമാണ് ചുറ്റളവ്. ഇതിന് ആനുപാതികമായാണ് വൃത്തങ്ങളുടെ ആരം മാറുന്നത്. അതായത് ആരം = c/2π. ഇവിടെ ആനുപാതിക സ്ഥിരം 1/2π ആണ്. 10 മീറ്റർ/സെക്കൻഡ് എന്ന വേഗതയിൽ ഒരു വരയിലൂടെ സഞ്ചരിക്കുന്ന വസ്തു
മീറ്ററിൽ സഞ്ചരിച്ച ദൂരം വ്യത്യസ്ത സെക്കൻഡുകളിൽ നോക്കിയാൽ അത് സമയത്തിന് ആനുപാതികമായിരിക്കും. S = 10t. ഇവിടെ ആനുപാതിക സ്ഥിരം 10 ആണ്. മറിച്ച് ഈ വസ്തു വ്യത്യസ്ത ദൂരം സഞ്ചരിക്കാനെടുത്ത സമയം നോക്കിയാൽ അത് ദൂരത്തിന് ആനുപാതികമായിരിക്കും. t = S/10. ഇവിടെ ആനുപാതിക സ്ഥിരം 1/10 ആണ്. പൊതുവെ പറഞ്ഞാൽ x, y എന്നീ സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കുന്ന രണ്ട് അളവുകൾ തമ്മിലുള്ള ബന്ധം y = kx, k ഒരു നിശ്ചിത സംഖ്യ എന്ന രൂപത്തിലാണെങ്കിൽ y സൂചിപ്പിക്കുന്ന അളവ് x സൂചിപ്പിക്കുന്ന അളവിന് ആനുപാതികമായാണ് മാറുന്നത്. ഇതിൽ k ആണ് ആനുപാതിക സ്ഥിരം.